നിരോധിക്കപ്പെട്ട 2000 രൂപയുടെ നോട്ട് നിങ്ങൾ കെട്ടുകണക്കിന് വെച്ചിട്ട് എന്റെ കയ്യിൽ ഇത്ര കോടി രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ നോട്ടിന് യാതൊരു വിലയുമില്ല. അല്ലേ? അതുപോലെയാണ് നിങ്ങളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മാനുഫാക്ചറിംഗ് നടത്തുന്ന ആളാണെങ്കിൽ, മാനുഫാക്ചറിംഗ് കമ്പനിയുള്ള ആളാണെങ്കിൽ ആദ്യം സ്റ്റോറിലേക്ക് പോയിട്ട് നോക്കുക. വെയർഹൗസിലേക്ക് പോയിട്ട് നോക്കുക. അവിടെ എത്രമാത്രം സ്റ്റോക്ക് 90 ദിവസത്തിന് മുകളിലുള്ള സ്റ്റോക്ക് അവിടെ കാണിക്കുന്നുണ്ട് എന്ന് നോക്കുക. ആ സ്റ്റോക്ക് എടുത്ത ശേഷം അതിൽ എത്രമാത്രം നല്ല സ്റ്റോക്കാണ്, അതിൽ എത്രമാത്രം ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണെന്ന് ഒന്ന് കണക്കെടുത്ത് നോക്കൂ. ശരിക്ക് കിളി പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്തായിരിക്കും? അവിടെ ഭയങ്കര സ്റ്റോക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ കസ്റ്റമർക്ക് പോലും നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ആ കസ്റ്റമർ എങ്ങാനും ആ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്ത് അയക്കാൻ പോകുമ്പോഴായിരിക്കും മനസ്സിലാക്കി ക്വാളിറ്റിക്കാരൻ പറയും, സാറേ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് റിജക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ആ അനുഭവം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അനുഭവം വരാതിരിക്കാൻ ഒന്ന് സ്റ്റോറിലേക്ക് പോയി നോക്കുക കേട്ടോ.